ഹലോ, ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കൽ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഈ ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടങ്ങളിലൊന്നും വേറെ ഞാനൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ചന്ദ്രപ്പൊങ്കൽ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ കൂനമ്പായക്കുളം, വലിയ കൂനമ്പായക്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും രാവിലെയാണ് പൊങ്കാല വരാറ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊങ്കാല പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം ഒരു 6-6:30 ആ ഒരു ടൈമിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ തൊഴാനായിട്ടൊക്കെ വന്നു. വൈകുന്നേരം വരുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ വന്നിട്ട് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കലവും സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പം കലം ഒരുപാട് കടകളിൽ കലം വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടടുത്ത് കലങ്ങളിങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലായിടവും ഒന്ന് നോക്കി റേറ്റൊക്കെ നോക്കിയിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞെടുത്ത് നോക്കി വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ 120 രൂപ മുതൽ പറയുന്നുണ്ട് കലത്തിന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാം ഇങ്ങനെ കടകൾ നോക്കി വന്നപ്പോൾ നമുക്ക് 85 രൂപയ്ക്ക് കലം കിട്ടുന്ന കട കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 2-3 കലം വാങ്ങിച്ചു. 2-3 കലം വേണമായിരുന്നു കേട്ടോ. 2 പൊങ്കലിടാൻ വേണമായിരുന്നു, പിന്നെ ഒരെണ്ണം കടയിലേക്ക് മോരൊക്കെ ഒഴിച്ച് വെക്കാനായിട്ടൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 കലമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നമുക്ക് പൊങ്കാലിടാനുള്ള സ്ഥലം നേരത്തെ അങ്ങ് കണ്ടുപിടിച്ച് വെച്ചു കേട്ടോ. കാരണം അവിടെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. ക്ഷേത്രത്തിൽ മാത്രമല്ല റോഡിലും കുറച്ച് അങ്ങോട്ടുള്ള പരിസരങ്ങളിലും എല്ലാം നല്ല തിരക്കാവും. കാരണം ഏട്ടൻ രാവിലെ വന്നിട്ട് നമുക്ക് പൊങ്കലിടാനുള്ള സ്ഥലം ഇത് കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമുക്കൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ പൊങ്കാലിടാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് വെച്ചത്. കാരണം പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അവർക്കും കൂടെ ഒക്കെ ഇരിക്കാൻ സ്ഥലം വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ എടുത്തത്. അപ്പോൾ സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ പിള്ളേരെ ഇരുത്താം. പിന്നെ ഇത് നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിലൊക്കെ ശരിക്കും അടുപ്പുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഈ സ്കൂളിൻ്റെ വരാന്തയിൽ ഇരിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത്തവണ ആ സ്കൂളിൻ്റെ സൈഡിലും ആളുകൾ പൊങ്കാലിടാനായിട്ട് കലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു. കാരണം റോഡിലൊക്കെ ഓൾറെഡി അങ്ങ് ആളായായിരുന്നു, നല്ല തിരക്കായിരുന്നു. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലും എല്ലാം പൊങ്കാലയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ക്ഷേത്ര കോമ്പൗണ്ടുകളിലും എല്ലാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്തിയതിന് ശേഷം തീ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കും. ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ ബൈക്കിൽ തീയും കൊണ്ട് പോയി പല ആൾക്കാരായിട്ട് പോയിട്ട് കൊണ്ട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ ഭണ്ഡാര അടുപ്പിൽ തീയൊക്കെ കത്തിച്ചതിന് ശേഷം എല്ലാവരിലോട്ടും തീയൊക്കെ പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളും തീയൊക്കെ കത്തിച്ച് പൊങ്കാലയ്ക്കൊക്കെ തുടക്കം കുറിക്കുകയാണ് കേട്ടോ. പൊങ്കാലയെല്ലാം തിളച്ച് ദേവിയുടെ അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഒരു സന്ധ്യ സമയത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. എന്തെന്ന് പറഞ്ഞാലും സന്ധ്യയ്ക്ക് പൊങ്കാലയിടുമ്പോൾ നോക്കിയാൽ ഭയങ്കര എല്ലാ ലൈറ്റും പ്രകാശങ്ങളും, അതിൻ്റെ കൂടെ ഈ പൊങ്കാലയുടെ ആ ഒരു വെളിച്ചവും, എല്ലാവരും ഗണപതി ഒരുക്കൊക്കെ ഒരുക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഈ പൊങ്കാലയൊക്കെ ഇടുന്നത്. അപ്പോൾ ഒരു സന്ധ്യ സമയത്ത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമേ പൊങ്കാലിട്ടിട്ടുള്ളായിരുന്നു. ഞാൻ പിള്ളേരും അമ്മയും എല്ലാം കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. പിന്നെ ദാണ്ടേ നമ്മുടെ ആ ഒരു സൈഡിലായിട്ടാണ് ഞങ്ങൾ നിന്നത് കേട്ടോ, പിള്ളേരും എല്ലാം കൊണ്ടിട്ട്. കാരണം ക്ഷേത്രത്തിനടുത്ത് നമുക്ക് നിൽക്കാനായിട്ട് സ്ഥലം കിട്ടില്ല. പിന്നെ അവിടെ എല്ലാം കറങ്ങി വന്ന് പൊങ്കാലെല്ലാം കണ്ടു കേട്ടോ. ഇത് ക്ഷേത്രത്തിനടുത്തുള്ള റോഡ് മാത്രമാണ് ഈ കാണുന്നത്. അങ്ങോട്ട് ഒരുപാടുണ്ട്. ക്ഷേത്ര കോമ്പൗണ്ടിലും എല്ലാം ശരിക്കും പൊങ്കാലയായിരുന്നു. നമുക്ക് ഇനി പൊങ്കാല കഴിഞ്ഞാലും പെട്ടെന്നൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല, റോഡൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പൊങ്കാല എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ പൊങ്കാല കഴിഞ്ഞിട്ട്. കാരണം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം കുറച്ച് നേരം